ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾക്ക് അന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഈ കൂണിനെല്ലാം തന്നെ നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. നന്നാക്കിയ കൂണിനെ ടർമറിക് പൗഡർ ഇട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ടർമറിക് പൗഡറിന് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡെഡാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കറി വെക്കുന്നതിന് ആവശ്യമായിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കൂണിനെ നമ്മൾ കഴുകി വെള്ളം കളഞ്ഞ് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി അതും 1/4 ടീസ്പൂൺ, പിന്നെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്, അതും 1/4 ടീസ്പൂൺ, പെരുംജീരകത്തിൻ്റെ പൊടി അതും 1/4 ടീസ്പൂൺ. എല്ലാ പൊടികളും തന്നെ ചെറിയ ക്വാണ്ടിറ്റിയേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾക്ക് കൂണ് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഇനി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വഴണ്ട് വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നത് കൊണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഈ ഉള്ളിയിൽ നന്നായിട്ട് വഴറ്റി അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ പൊടികളുടെ എല്ലാം തന്നെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും. ആ പച്ചക്കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കൂണും കൂടെ ആഡ് ചെയ്യാം. ഇനി ഈ കൂണ് നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, കാരണം കൂണൊന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം കൂണിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടാകും. ഈ നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും ഈ ഉപ്പേരി ഇങ്ങനത്തെ കറികളൊക്കെ ചെറിയ തീയിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതേ നോക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂണിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അങ്ങനെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയുടെയും അതുപോലെ തന്നെ ഗരം മസാലയുടെയും കുറവുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് നോക്കാം. ഈ വെള്ളം വറ്റി ഒന്ന് കുറുകി വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രസം ഉണ്ടാവുക. കൂണ് ഒന്ന് നന്നായിട്ട് വേവുകയും ചെയ്യും. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൂണ് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കറി വെക്കാറുള്ളത്. പല സ്ഥലങ്ങളിലേക്കും പല രീതിയിലായിരിക്കും കറി വെക്കുന്നത്. നമ്മളിങ്ങനെയാണ് കറി വെക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂണ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. കണ്ടില്ലേ, വെള്ളമൊക്കെ പറ്റി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.